ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കാസ്ട്രോൾ കൊണ്ടുള്ള കുറച്ച് ടിപ്പുകളാണ് കേട്ടോ. അപ്പോൾ കാസ്ട്രോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവല്ലോ അല്ലേ? ഇപ്പോൾ സ്റ്റീലിൻ്റെതായിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ, അതായത് നല്ല കോട്ടിങ്ങുള്ള പ്ലാസ്റ്റിക്കാണ് ഉദ്ദേശിക്കുന്നത്. ഫൈബറിൻ്റെ ഒക്കെ കാസ്ട്രോൾ നമുക്ക് ചൂട് കിട്ടുവാൻ ഉപകരിക്കാറുണ്ട് അല്ലേ? അപ്പോൾ അത് നമ്മൾ ഫുഡ് സൂക്ഷിച്ച്, അതായത് ചൂട് സൂക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഇതൊരു ഗ്ലാസ് തണുത്ത വെള്ളം, അതായത് ഐസ് വാട്ടർ നമ്മൾ കുറച്ചും കൂടി നേരം അതിന്റെ തണുപ്പ് പോവാതെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് അതിന്റെ അടച്ചു കൊടുക്കുകയാണെങ്കിൽ, ടൈറ്റിൽ അടച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും കുറച്ചു നേരം കൂടുതൽ നമുക്ക് ആ ഒരു തണുപ്പ് കിട്ടും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഐസ് ഒരുപാട് നേരം അലിയാതിരിക്കാനും നമുക്കിത് സൂക്ഷിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ പഴമൊക്കെ പഴുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ സൂക്ഷിക്കാം. പഴമൊക്കെ നന്നായി ഒന്ന് പഴുക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം മൊത്തം നന്നായി ഒന്ന് ഇതിൽ അടച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം ഏകദേശം ഇതേ ഈ ഒരു കളറായി വരും കേട്ടോ. അപ്പൊ ഞാനിത് ഇന്നലെ ഇതിൽ വെച്ച് സൂക്ഷിച്ചതാണ്. അതുകൊണ്ടാണ് ഈ ഒരു ദിവസം നമുക്ക് ഏകദേശം ഈ ഒരു കളറിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് മാമ്പഴമൊക്കെ പഴുക്കാനായിട്ട് നമുക്ക് ഇതിൽ വെക്കുകയാണെങ്കിൽ മാമ്പഴം, പേരക്ക ഒക്കെ, ആപ്പിളൊക്കെ നമുക്ക് ഇതിൽ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. പഴുക്കാനായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ടിപ്പ് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ പട്ടാണി, കടലൊക്കെ നമ്മൾ തലേ ദിവസം കുതിർത്തിടാൻ മറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 മണിക്കൂർ കൊണ്ട് തന്നെ ഇതിൽ ഏകദേശം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായി അടച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കുതിർന്ന് കിട്ടും. അതുപോലെ തന്നെയാണ് മറ്റൊരു ടിപ്പ് എന്ന് പറയുന്നത്, സാധാരണ നമ്മുടെ പത്തിരിയുടെ മാവൊക്കെ ബാലൻസ് ഉണ്ടെങ്കിൽ, ഇതുപോലെ ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യാറ് പെട്ടെന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ് നമ്മൾ ചെയ്യാറ്. അപ്പൊ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എടുക്കുന്ന സമയത്ത് നല്ല ടെമ്പറായിട്ട് ആയിട്ട് നമ്മുടെ ഈ മാവ് ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുന്നതിന് നല്ലത് ഇതുപോലെ നമ്മൾ ഒരു പാത്രത്തിലാക്കിയതിന് ശേഷം ഇതുപോലെ നമ്മുടെ കാസറോളിൽ വെച്ചെടുത്ത് മൂടുകയാണെങ്കിൽ ഏകദേശം രാവിലെ എടുത്ത മാവ് രാത്രിത്തേക്ക് ചപ്പാത്തിക്കൊക്കെ നല്ല ആ ഒരു സോഫ്റ്റ്നെസ്സിൽ കുറച്ച് ഓയിൽ കൂടി നമ്മൾ ഇതിന്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു നല്ലൊരു സോഫ്റ്റ്നെസ് തന്നെ നമുക്ക്, ആ ഒരു ഫ്രഷ്നെസ് തന്നെ നമുക്ക് ലഭിക്കും കേട്ടോ. അപ്പൊ അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണ്. ഇതുപോലെ മാവൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ രാത്രിത്തേക്ക് ചപ്പാത്തിക്ക് വേണ്ടി ഫ്രിഡ്ജിൽ വെക്കണ്ട, ടെമ്പറാക്കി വെക്കണ്ട, ഇതുപോലെ ഒരു കാസറോളിൽ സൂക്ഷിച്ചെടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെയാണ് നമ്മുടെ നമ്മുടെ പാല് കട്ടിയായിട്ടുള്ളത് തൈരിലേക്ക് മാറ്റാനും വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കാസറോള് ഉപയോഗിക്കാൻ പറ്റും. ഈ കാസറോൾ നല്ല ഏത് കാസറോളും നമ്മൾ ഉപയോഗിക്കാം. അതായത് ചൂട് മാറാത്ത തൈരിൽ ഒരു കൊണ്ടാട്ടമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നല്ല ഒരു കട്ട തൈരായിട്ട് നിങ്ങൾക്ക് കുറെ ഒഴിക്കാതെ തന്നെ നമുക്ക് ലഭിക്കും കേട്ടോ. അപ്പൊ അതുപോലെ ധാരാളം യൂസുകളാണ് നമ്മുടെ ഈ ഒരു കാസറോൾ കൊണ്ടുള്ളത്. അപ്പൊ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ശരിക്കും ഇതിന്റെ ആ ഒരു റിസൾട്ട് മനസ്സിലാവും.